ജീവിതം അങ്ങനെ തീർക്കാനുള്ളതല്ല, ജീവിതം ഉയർത്താനുള്ളതാണ്. നമ്മൾ ഇങ്ങോട്ട് ജനിച്ചു വന്നതും ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഇടയ്ക്ക് വെച്ച് ഒരു ബന്ധങ്ങളും നമ്മളെ കുരുക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളിത് മറന്നുപോവാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയിങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. മറന്നുപോവുകയാണ് നമ്മള്. ഇതാണ് ജീവിതം എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇതല്ല ജീവിതം. ഇതിൽ നിന്നും ഉയരേണ്ടതുണ്ട്. അറ്റാച്ച്മെന്റ് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. ഈ ശരീരത്തെ നിലനിർത്തുന്ന വായുവിന് പോലും ഈ ശരീരത്തോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. നമ്മുടെ തോലിന് മാംസത്തോട് അറ്റാച്ച്മെന്റ് ഇല്ല. പ്രായം കൂടുന്തോറും തോലും മാംസവും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ മാംസത്തിന് എല്ലിനോട് അറ്റാച്ച്മെന്റ് ഇല്ല. പ്രായം കൂടുന്തോറും മാംസം ഇങ്ങനെ എല്ലിൽ നിന്നും വിട്ടുവിട്ടു വരും. തലമുടിക്ക് തലയോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. പ്രായം കൂടുന്തോറും എല്ലാം കൊഴിഞ്ഞു വീഴും. ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് തന്നെ നമ്മളോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്ക് മറ്റൊരാളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ പറ്റുക? പ്രകൃതി എങ്ങനെ സംഭവിക്കും? അതുകൊണ്ട് നല്ല വിവേകത്തോടുകൂടി തിരിച്ചറിയൂ. ആഗമാപായിനാനിത്യ താം തിതിക്ഷസ ഭാരത യം ഹി നവ്യതയം തേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഇതാണ് സത്യം. ഇങ്ങനെ ജീവിതത്തിൽ അമൃതത്വത്തിലേക്ക് വരാൻ നമ്മൾ കുറേയൊക്കെ വിവേകത്തിൽ ജീവിക്കണം. ആ വിവേകം ദശരഥ മഹാരാജാവിന് നഷ്ടപ്പെട്ടപ്പോ ശ്രീരാമസ്വാമി അവതാരമൂർത്തിയായി വന്നിട്ടും അദ്ദേഹത്തിന് അധപ്പതിച്ച് ദുഃഖിച്ച് തളർന്ന് അവശനായി മരിക്കാനാണ് നിയോഗമുണ്ടായത്. നോക്കണേ, അവതാര പുരുഷന്റെ അച്ഛനാവുന്നതിലല്ല മഹത്വം. നാം വന്നിരിക്കുന്ന ജന്മത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അത് നേടിയെടുത്ത് മരിക്കുന്നതിലാണ് മഹത്വം എന്ന് നമുക്ക് ഓർമ്മ തരികയാണ് ഈ ഭാഗം എന്ന് പറയാനും. ഇനി ഇവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ശരിക്കും കൈകേയി കാരണമല്ലേ ദശരഥ മഹാരാജാവിന്റെ കുടുംബത്തിൽ ഒരു വിഷമം വന്നത്? ഇവിടെയാണ് രാമായണം കുറേയും കൂടി നമ്മളെ ആധ്യാത്മികമായി ചിന്തിപ്പിക്കുന്നത്. മറ്റൊരാള് കാരണം നമ്മൾ ദുഃഖിക്കുമ്പോ രാമായണത്തിന് മറുപടി പറയാനുള്ളത് മറ്റൊരാള് കാരണം അല്ല നമ്മൾ ദുഃഖിക്കുന്നത് എന്നാണ്. പിന്നെ ദുഃഖിക്കാൻ എന്താ കാരണം? നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം കൊണ്ടാണ്. അതെന്താ മനസ്സിന്റെ ദൗർബല്യം എന്ന് പറയുന്നത്? മറ്റൊരാൾ ഉണ്ടാക്കുന്ന ദുരന്തത്തെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതിന് മറികടക്കാനുള്ള കഴിവും ബുദ്ധിയും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ എളുപ്പം സ്വാധീനിക്കാൻ സാധിക്കും. കൊതുകുകൾ പല വിധത്തിലുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ ചിക്കൻ ഗുനിയുണ്ട്, മട്ടൻ ഗുനിയുണ്ട്, തക്കാളി ഗുനിയുണ്ട്, പിന്നെന്ത് ഗുനിയാണ്? ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ലേറ്റസ്റ്റ് പനികൾ വരുന്നുണ്ട്. ഇനി കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ലി പനി, ദോശപ്പനി, കാരണം നമ്മൾ കഴിക്കുന്നതൊക്കെ പനിയായിട്ട് വരും. ഡിണ്ടി പനി, ചെന്നൈ പനി, പല പല പനികളും ഉണ്ട്. ഈ അണുക്കളൊക്കെ ചുറ്റുപാടുണ്ട്. ഈ അണുക്കളാണോ നമ്മളെ ഉപദ്രവിക്കുന്നത്? അല്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് അവർക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവരല്ല കാരണം, അവരെന്നും ഉണ്ട്. മനസ്സിലായില്ലേ? ചിക്കൻ ബോക്സ് പിടിച്ച വീട്ടിൽ നിങ്ങൾക്ക് പോയി ചിക്കൻ ബോക്സ് വന്നുകൊള്ളണമെന്നൊന്നുമില്ല. ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല, സയൻസിനും പറയാൻ പറ്റില്ല നിങ്ങളെ ആക്രമിക്കുന്നുള്ളത്. നിങ്ങൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചിക്കൻ ബോക്സും വരില്ല. ഞാനത് പ്രാക്ടിക്കലി ഞാൻ എന്റെ അനുഭവത്തിലൂടെ പറയാണ്. പല അസുഖങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ ഒഴിവാക്കിയതല്ല, നമ്മുടെ പ്രതിരോധ ശക്തി കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ കൊതുകൾ വിചാരിച്ചിട്ടുണ്ടാവും പാവം ദൈവം ഭാഗവതം പറയുന്ന ആളെ ബുദ്ധിമുട്ടിച്ചിട്ട് വെറുതെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന്. കാരണം നമുക്ക് വെട്ടുകഴിഞ്ഞാൽ പിന്നെ കുറെ ആളുകൾക്ക് അധികം വിടും. അതുകൊണ്ടതായിരിക്കാം ഒഴിവാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ പ്രതിരോധ ശക്തി കൂടുതലാണെങ്കിൽ അത് നമ്മളിലേക്ക് വരില്ല എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് സത്യമാണത്. ഇതുപോലെ നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോഴാണ്
മറ്റൊരു മനസ്സിന് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ദശരഥ മഹാരാജാവിന്റെ പ്രശ്നത്തിന് കാരണം, അയാൾ തളരാൻ കാരണം ദശരഥ മഹാരാജാവ് തന്നെയാണ്. ഇത് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു ഭർത്താവ് കാരണമല്ല നമ്മൾ തളരുന്നത്, മക്കള് കാരണമല്ല നമ്മൾ തളരുന്നത്, അമ്മായിയമ്മ കാരണമല്ല നമ്മൾ തളരുന്നത്, അമ്മായി അപ്പൻ കാരണമല്ല തളരുന്നത്, അടുത്ത വീട്ടുകാര് അല്ല നമ്മളെ തളർത്തുന്നത്, പെട്രോളിന്റെ വില കൂടിയതല്ല നമ്മളെ തളർത്തുന്നത്. നമ്മളെ തളർത്തുന്നത് നമ്മുടെ മനസ്സിന്റെ ദൗർബല്യമാണ്. ഇതാണ് ഗീതയിലെ വലിയ പ്രഖ്യാപനം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ടപരന്ധവ. ഏ അർജുന, നിന്നെ തളർത്തിയിരിക്കുന്നത് നിന്റെ തന്നെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് ഗീതയിൽ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്ന ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ പിന്നെ മറ്റുള്ളവരോ, അവരൊക്കെ കേവലം ഒരു ഇൻസ്ട്രുമെന്റാണ്, ടൂൾസാണ്. നാം ചെയ്തു വച്ചിരിക്കുന്ന ഏതോ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ, അത് അവരിലൂടെ അനുഭവിക്കണമെന്ന പ്രകൃതിയുടെ നിയോഗം അവർ ചെയ്യുന്നു എന്ന് മാത്രം. മനസ്സിലായില്ലേ? പരീക്ഷിത്ത് മഹാരാജാവിനെ ഒരു മഹർഷിയുടെ പുത്രൻ ശപിക്കണം എന്നുള്ളത് ഒരു നിയോഗം മാത്രമാണ്. ആ ശാപം നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാതകർമ്മം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പുത്രൻ രാജാവായി വാഴുന്ന കാലത്ത് ഒരു മഹർഷിയുടെ കഴുത്തിലേക്ക് പാമ്പിനെ ഇടുമെന്നും ഇയാൾക്ക് ആ മഹർഷി പുത്രനിലൂടെ ശാപം കിട്ടുമെന്നും നേരത്തെ നിയോഗം വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മളെയൊക്കെ തളർത്താൻ പ്രകൃതി ഓരോരുത്തരെയും തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അവരുടെ വായിൽ നിന്നും അവരുടെ പ്രവൃത്തിയിൽ നിന്നും സമയവും സന്ദർഭവും വരുമ്പോൾ അവരത് പ്രയോഗിക്കും. ആ സമയവും സന്ദർഭവും വന്ന് നമ്മളെ തളർത്തുന്നതിന് മുമ്പ് തന്നെ അതിനെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഒരു ദുരന്തത്തിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചുറ്റുപാടിനെ ശരിയാക്കാനല്ല ശ്രമിക്കേണ്ടത്, നമ്മുടെ മനസ്സിനെ നേരെയാക്കാൻ ശ്രമിക്കണം. ദശരഥന് പരാജയപ്പെട്ടത്, ദശരഥൻ തന്റെ പത്നിമാരെയൊക്കെ സ്നേഹിച്ചു, കൈകേയിയെ കൂടുതൽ സ്നേഹിച്ചു, പക്ഷേ തന്റെ മനസ്സിനെ നേരെയാക്കാൻ അതിനുവേണ്ടി വേണ്ട വിധത്തിൽ സമയം ചെലവഴിച്ചില്ല. അതിന്റെ ദുരന്തം അയാൾ അനുഭവിക്കുകയാണ്. ഇപ്രകാരം ആ ദശരഥനെ തളർത്താൻ കൈകേയിക്ക് സാധിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് തന്റെ വിവേകമില്ലായ്മ തന്നെ തളർത്തി എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കും, അപ്പൊ അതിനെന്താണ് മാർഗം? നമ്മൾ തളരാതിരിക്കാൻ ഈ കൈകേയി മന്ധരയോട് ചേർന്ന് ഇത്തരത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, കൂടുതൽ സത്സംഗങ്ങളിലേക്ക് മനസ്സ് തിരിയൂ. അപ്പൊ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. മനസ്സ് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സിന് ഏത് പ്രശ്നത്തെയും ഉൾക്കൊള്ളാനുള്ള, സ്വീകരിക്കാനുള്ള ശക്തിയും വർദ്ധിക്കും. ഇതാണ് സത്സംഗത്തിന്റെ മഹത്വം. നമ്മളറിയാതെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നത് പറയാണ്. ഈ ഭാഗം പറഞ്ഞിവിടെ ഉപസംഹരിപ്പിക്കണു. ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ശക്തനായ ദശരഥ മഹാരാജാവിനെ തളർത്താൻ ഒരു മന്ധരയുടെ ബുദ്ധിക്ക്, ഒരു കൈകേയിയുടെ പ്രവൃത്തിക്ക് സാധിച്ചു എന്നത് നമുക്ക് രാമായണം കാട്ടിത്തരികയാണ്. ബാഹ്യമായി ഒരാൾക്ക് ശക്തനാവാൻ സാധിക്കുമെങ്കിൽ രാമായണം പറയുന്നു, ബാഹ്യമായ ശക്തിയല്ല ഒരു വ്യക്തിയുടെ ശക്തി. ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ആത്മബലമാണ്, ആത്മകരുത്താണ്, ആത്മധൈര്യമാണ്. ഇത് നമ്മൾ കുട്ടിക്കാലത്തെ നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ ബാഹ്യമായ ഒരു സാഹചര്യങ്ങൾക്കും സാധ്യമല്ല. എല്ലാ തളർച്ചയുടെയും പിന്നിൽ ഒരു കാമത്തിന്റെ പ്രലോഭനം എവിടെയെങ്കിലും ഉണ്ടാവും. വഴിവിട്ട കാമമാണ്, വഴിവിട്ട കാമാസക്തികളാണ് പിന്നീട് നമുക്ക് ദുരന്തങ്ങളായി തിരിച്ചടിക്കുന്നത്. അതുകൊണ്ട് കാമാസക്തികളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചടിക്കും എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഉയരാൻ മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അതൊന്നും നമ്മളെ തിരിച്ചടിച്ച് നമ്മൾ തളരുകയില്ല എന്ന് പറയണം. അപ്പോ ഓരോന്നും നിലയ്ക്ക് നിർത്തേണ്ടത് നിലയ്ക്ക് നിർത്തണം. അതിൽ കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടുള്ളവർ പറയും, കൂടുതൽ നമ്മൾ ഒരാളോട് അടുപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മളെ ദുഃഖത്തിലേക്കും വേദനകളിലേക്കും തിരിക്കും. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. നിലയ്ക്ക് നിർത്തേണ്ടത്, പണ്ടുള്ളവർ പറയും എല്ലാറ്റിനും ഒരു ലിമിറ്റ് വേണമെന്ന് പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം ആരിലേക്കാണത് കൊണ്ടുപോവുക, എത്രത്തോളം അടുപ്പിക്കുമെന്നൊന്നും നമുക്കറിയാൻ സാധ്യമല്ല. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് ആ പരിതസ്ഥിതികളുടെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മളറിയാതെ ആ ഒഴുക്കിലേക്ക് നമ്മളും വീണുപോകും. പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളൊരു ഊരാക്കുരുക്കിൽ പെട്ടുപോയിരിക്കണമെന്ന്. അപ്പോഴേക്കും അതിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ വരാൻ പറ്റാത്ത വിധത്തിൽ കുരുങ്ങിയവരുണ്ടാവും. മനസ്സിലായില്ലേ? ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഏതെങ്കിലും സുഹൃതം കൊണ്ട്, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് താൻ കുരുക്കിൽ പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് ആ വിവേകമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വലിയൊരു കുരുക്കിൽ പെട്ടുപോയി, വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി, ഇനി ഒരു വഴിയേ ഉള്ളൂ, ആ തെറ്റിന്റെ ശിക്ഷ തന്നെ പിടികൂടുന്നതിന് മുമ്പ് എത്രത്തോളം എന്റെ മനസ്സിനെ എനിക്ക് ഉയർത്താൻ സാധിക്കുന്നു. ദശരഥ മഹാരാജാവിന് ഈ വിവേകം ഇല്ലാതെയായിപ്പോയി. അദ്ദേഹത്തിന് തളരേണ്ടി വന്നു. അന്ന് രാത്രി മുഴുവൻ തളർന്ന് കരഞ്ഞുകൊണ്ട് രാമ 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 എന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഉറക്കമില്ലാത്തൊരു കാളരാത്രി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശിവരാത്രി അദ്ദേഹം ആഘോഷിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠനായ രാജാവ് നിലത്ത് തറയിൽ കിടന്നുറങ്ങിയെന്ന്. കൈകേയിയാണെങ്കിലോ വിജയാഹ്ലാദത്തിലാണ്. നാളെ നടക്കാൻ പോകുന്ന പട്ടാഭിഷേകത്തെ, അഭിഷേക ചടങ്ങിനെ അവള് മുടക്കാൻ സാധിച്ചിരിക്കുന്നു. പാവം പൗരജനങ്ങളും രാമനും ഇതൊന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസം വസിഷ്ഠ മഹർഷി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. കാരണം അറിയില്ലല്ലോ ഇത് മുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. സുമന്ത്രരെന്ന് പറയുന്ന മന്ത്രി ആദ്യം തന്നെ പണ്ടുകാലത്ത് രാജാക്കന്മാരെ വിളിച്ചുണർത്താൻ അലാറം ഉള്ളതുപോലെ സ്തുതിപാഠകന്മാരുണ്ടായിരുന്നു. അവര് ചെന്ന് സ്തുതി പാടാൻ തുടങ്ങിയപ്പോ ക്രോധാലയത്തിൽ ചെന്നിട്ട് സ്തുതി പാടുന്നത്. കോപം വന്നു കൈ മിണ്ടാണ്ട് പോവിടുന്നവർക്ക് പാടാൻ വന്നിരിക്കണു. എല്ലാറ്റിനെയും ഓടിപ്പിച്ചു. ഇന്ന് സ്തുതിയും വേണ്ട പാട്ടും വേണ്ട, രാജാവിനെ സ്തുതിക്കൊന്നും വേണ്ട. കുറച്ചു കഴിഞ്ഞ് സുമന്ത്രര് വന്നു നോക്കുമ്പോ രാജാവ് തളർന്ന് അവശനായി കിടക്കുകയാണ്. രാജാവിനെ അഭിസംബോധന ചെയ്തു, ശബ്ദം വരുന്നില്ല. കൈകേയിയെ തൊഴുതുകൊണ്ട് ചോദിച്ചു, എന്താ രാജാവ് ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ലേ? എന്താ ഇവിടെ ഒന്നും കാണാത്തത്? എന്തു പറ്റി എന്നുള്ളത്. അപ്പോഴാണ് പറയുന്നത്, രാജാവിന് ഇന്നലെ ഉറക്കമുണ്ടായിരുന്നില്ല, രാജാവ് രാമനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന്. രാമനെ വിളിച്ചുകൊണ്ടുവരൂ എത്രയും വേഗം എന്ന്. കൈകേയി ദേവിയാണ് ശാസന കൊടുക്കുന്നത്. ഉടനെ സുമന്ത്രര് പറഞ്ഞു, രാജാവിന്റെ ശാസന ഇല്ലാതെ എനിക്ക് പോവാൻ പറ്റില്ലല്ലോ ദേവി എന്ന്. പാവം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാമനെ കൂട്ടിക്കൊണ്ടുവരൂ സുമന്ത്രരെ. സുമന്ത്രര് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. ശ്രീരാമസ്വാമിയാണെങ്കിലോ അച്ഛൻ നിർദ്ദേശിച്ച പോലെ, വസിഷ്ഠ മഹർഷി പറഞ്ഞതുപോലെ തലേ ദിവസം ബ്രഹ്മചര്യ വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് ദർഭപ്പുല്ലിൽ കടന്നുകൊണ്ട് പട്ടാഭിഷേകത്തിന്റെ ചടങ്ങിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. വലിയ കിരീടവും ആഭരണങ്ങളും അതുപോലെ തന്നെ രത്നം പതിച്ചിട്ടുള്ള മാലകളും അതുപോലെ പട്ടുവസ്ത്രങ്ങളും ധരിച്ച്, സീതാദേവിയും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാജകന്യകയായിട്ട് അഭിഷേക തയ്യാറെടുപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് സുമന്ത്രര് വന്ന് പറയുന്നത്, അച്ഛൻ കാണാൻ വേണ്ടി വിളിക്കുന്നുവെന്ന്. ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് വേഗം തേരിൽ കയറി അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ശ്രീരാമസ്വാമി ഇത്രയും കാലം കാണാത്തൊരു ചിത്രം കാണുകയാണ്. നിലത്ത് തളർന്നു കിടക്കുന്ന ദശരഥ മഹാരാജാവിന്റെ ചിത്രം. എത്രയോ ഉഗ്രനായ ഇക്ഷ്വാകു വംശത്തിലെ ശക്തനായ ദശരഥ മഹാരാജാവ്, അയോധ്യയുടെ രാജാവ് എന്ന് കിടക്കുന്നത് നിലത്താണ്. കുളിച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല. പുത്രന്റെ പട്ടാഭിഷേക ചടങ്ങിന് വേണ്ടി തയ്യാറാവാത്ത പിതാവിനെ കണ്ട് ചോദിച്ചു, എന്താണ് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട്. എന്താണ് അമ്മേ അച്ഛന് പറ്റിയത് എന്ന് പറഞ്ഞു. താത ദുഃഖത്തിനു കാരണം നീ തന്നെ,
അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീയാണ് എന്ന് മുഖത്തു നോക്കി പറയാൻ കൈകേയിക്ക് സാധിച്ചു എന്ന്. ഞാൻ കാരണമല്ല നിന്റെ അച്ഛൻ ഇങ്ങനെയായിരിക്കുന്നത്, നിന്റെ അച്ഛൻ കാരണമല്ല അച്ഛൻ ഇങ്ങനെയായിരിക്കുന്നത്, അച്ഛന്റെ ദുഃഖത്തിന് കാരണം നീയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ അപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്താ ചെയ്തതെന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്ന്. ശ്രീരാമസ്വാമി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, അറിഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനൊരു വേദനയും ചെയ്തിട്ടില്ലല്ലോ, എന്താണ് ഞാൻ അച്ഛന് ചെയ്തിരിക്കുന്ന വേദന എന്ന് പറയുന്നു. അച്ഛനത് നിന്നോട് പറയാൻ മടിക്കുന്നു, അച്ഛന് വിഷമമുണ്ട് നിന്നോടത് പറയാൻ. അതുകൊണ്ട് നീ സത്യം ചെയ്യുകയാണെങ്കിൽ, അച്ഛന്റെ വാക്കുകളെ നീ നിറവേറ്റുമെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ഞാനത് പറയാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശ്രീരാമസ്വാമി, അവിടെയാണ് ശ്രീരാമസ്വാമിയും ദശരഥ മഹാരാജാവും തമ്മിലുള്ള വ്യത്യാസം. പറയാണ്, താതൻ നിയോഗിക്കിൽ അഗ്നിയിൽ ചാടും ഇവൻ. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, രാമ പോയി അഗ്നിയിൽ ചാടൂ എന്ന് പറഞ്ഞാൽ ഈ രാമൻ പോയി ചാടുന്നാണ്. സീതയെ ഉപേക്ഷിക്കൂ എന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കും. ലക്ഷ്മണനെ ഉപേക്ഷിക്കൂ എന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിച്ചിരിക്കും. അച്ഛൻ എന്തു പറഞ്ഞോ അത് ശിരസ വഹിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നൊരു ശ്രീരാമസ്വാമിയും, മകന്റെ തെറ്റിന് കൂട്ടുനിന്ന് ഒരു മകനെ കൊണ്ട് രാഷ്ട്രം മുഴുവൻ അരാജകത്തിലെത്തിച്ച ധൃതരാഷ്ട്രവും ഒരു ദുര്യോധനനും, നമുക്ക് വലിയ പാഠങ്ങളാണ് ഇവരൊക്കെ. ശ്രീരാമസ്വാമിയുടെ ത്യാഗമനസ്സുണ്ടല്ലോ, ശ്രീരാമസ്വാമിയെ ശ്രേഷ്ഠനാക്കി. ദുര്യോധനന്റെ ഭോഗമനസ്സ് ദുര്യോധനെ നികൃഷ്ടനാക്കി. ദശരഥന്റെ ഭോഗമനസ്സ് ദശരഥനെ അധപ്പതിപ്പിച്ചു. ദശരഥൻ കൈകേയിയോട് പറയുന്ന വാക്കുകൾ നോക്കൂ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് അരുതാത്ത പ്രവൃത്തികൾ വേണമെങ്കിലും ചെയ്യാമെന്നുള്ള പ്രലോഭനങ്ങളാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ശ്രീരാമസ്വാമി പറയുന്നത്, അച്ഛൻ നിയോഗിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അച്ഛൻ എന്താ ഇത് പറയാൻ വിഷമം? ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു, ആരാണ് യഥാർത്ഥ പുത്രൻ? യഥാർത്ഥ പുത്രൻ എന്ന് പറയുന്നത് തന്റെ മാതാപിതാക്കൾക്ക് മറ്റുള്ളവർക്ക് സുഖമുണ്ടാവാൻ വേണ്ടി സ്വന്തം സുഖങ്ങളെ ത്യാഗം ചെയ്യുന്നവനാണ് യഥാർത്ഥ പുത്രൻ. ഉത്തമൻ താത ചിന്ത അറിഞ്ഞു ചെയ്യുന്നവൻ, മധ്യമൻ പറഞ്ഞു ചെയ്യുന്നവനല്ലോ, അവനിലും അധമനുണ്ട്, അവൻ പിത്രോർ മലമല്ലോ എന്നൊക്കെയാണ് രാമായണത്തിൽ ശ്രീരാമസ്വാമിയെ കൊണ്ട് ആചാര്യൻ പറയിപ്പിക്കുന്നത്. അപ്പോ തന്റെ സുഖത്തെ ത്യാഗം ചെയ്ത് മറ്റൊരാൾക്ക് സുഖം കൊടുക്കാൻ തയ്യാറുള്ളവരെയാണത്രേ ഉത്തമപുത്രൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പുത്രന്മാരൊക്കെ വളരെ വളരെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണത്. അച്ഛനമ്മമാരുടെ സുഖത്തിന് വേണ്ടി സ്വന്തം സുഖം ത്യാഗം ചെയ്യുന്നതിന് പകരം മക്കളുടെ സുഖത്തിന് വേണ്ടി അച്ഛനമ്മമാര് സ്വന്തം സുഖത്തെ ത്യാഗം ചെയ്യുന്ന ചരിത്രമാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത്. കാരണം അത്ര സുഖലോലുപതയിൽ നമ്മൾ അവരെ വളർത്തിക്കഴിഞ്ഞു. പ്രിയാണ്, ശ്രീരാമസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു യഥാർത്ഥ പുത്രൻ എന്ന് പറയുന്നത് സ്വന്തം സുഖം ത്യാഗം ചെയ്ത് അച്ഛനമ്മമാരോടുള്ള കടപ്പാട് നിറവേറ്റുന്നവനാണ് എന്നാണ്. ഇതൊക്കെ ഇന്ന് രാമായണത്തിന്റെ പ്രസക്തി ഇതാണ്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത് അയാളുടെ ത്യാഗമനസ്സാണ്. അപ്പോഴാണ് അയാൾ ഉത്കൃഷ്ടനായിത്തീരുന്നത്. ഇത് പറഞ്ഞ് ശ്രീരാമസ്വാമി പറയുകയാണ്, അച്ഛനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു, ഇതാ സത്യം കരോമ്യഹം, സത്യം കരോമ്യഹം, എന്റെ വാക്കുകൾ രണ്ടായി ഒരിക്കലും വരില്ല. അമ്മ പറഞ്ഞോളൂ. ഉടനെ പറഞ്ഞു, പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിരുന്നു. ഇപ്പോ ഞാൻ ആ വരങ്ങൾ ചോദിച്ചപ്പോ ആ വരങ്ങൾ അച്ഛൻ നിന്നോട് പറയാൻ വിഷമിച്ചുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ തളർന്നു പോയത്. പറയൂ അമ്മേ, അച്ഛൻ എന്താണ് വരങ്ങൾ തന്നിരിക്കുന്നത്? അച്ഛന്റെ വാക്കുകളെ ഞാൻ സത്യമാക്കി തീർക്കുമല്ലോ, അതിലെനിക്കെന്താ ഒരു വിഷമമുള്ളത്? അമ്മ പറയേണ്ട കാര്യങ്ങൾ വേദനാത്മകമാണ്. ഭരതനേക്കാൾ സ്നേഹിച്ച രാമനോടാണ് രാമനായി ഒരുക്കി വെച്ച പട്ടാഭിഷേകം ഭരതന് കൊടുക്കണമെന്നും. നോക്കൂ, ഏതൊരമ്മയ്ക്കാ പറയാൻ തോന്നുക?
സ്നേഹിക്കുന്നൊരു പുത്രന്റെ മുഖത്ത് നോക്കി നീ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അത്രമാത്രം ആ മനസ്സ് ഭയങ്കര ക്രൂര മനസ്സുള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? സാധാരണ ഒരു മനസ്സിന് അങ്ങനെയൊന്നും പറയാൻ സാധ്യമല്ല. പറയാൻ പറ്റുമോ? കൂടുതൽ സ്നേഹിക്കുന്നവരെ നമുക്ക് വേദനിപ്പിക്കാൻ പറ്റുമോ? ആ കൈകേയി നോക്കണേ, അത്രയും കാലം രാമനെ സ്നേഹിച്ച കൈകേയി ഇപ്പോഴിതാ രാമനേക്കാൾ സ്നേഹം ആരോട് വന്നു? ഭരതനോട് വന്നു പറയാണ്. എന്നിട്ട് പറയാണ്, യാതൊരു മുഖത്ത് വിഷമവും ഉണ്ടായില്ല പറയാൻ. നിനക്ക് താതൻ നിശ്ചയിച്ച അഭിഷേക കർമ്മങ്ങൾ ഭരതനായിട്ട് ചെയ്യണം. നീ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സമയം വെച്ചു. നേരത്തെ രാമൻ 14 വർഷം കാട്ടിൽ പോകണമെന്നേ പറഞ്ഞുള്ളൂ. രാമനോട് പറയുമ്പോൾ അതിലൊരു കാര്യം കൂട്ടി. എന്താ കൂട്ടിയത്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്നും കാട്ടിലേക്ക് പോകണം എന്ന് ഒരു കാര്യം കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, നീ പോവാതെ അച്ഛനൊരിക്കലും എണീക്കുകയുമില്ല കുളിക്കുകയുമില്ല എന്ന്. അത്രമാത്രം ആ ദേവിയുടെ മനസ്സിന് ശക്തി വന്നു എന്നാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് വീണു കഴിഞ്ഞാൽ അവൻ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ പോലും മടിക്കില്ല എന്നാണ്. ഒരു കുടുംബം മുഴുവൻ തകർക്കാൻ മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മൾ ഏതിനെ കണക്കാക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സ്വാർത്ഥതയെ. രാമൻ സ്വാർത്ഥതയെ ത്യാഗം ചെയ്തപ്പോ രാമൻ ശ്രേഷ്ഠനായി. കൈകേയി സ്വാർത്ഥതയെ കൂട്ടുപിടിച്ചപ്പോ ദശരഥനെ തളർത്താൻ സാധിച്ചു. കൈകേയി നികൃഷ്ടയായി എന്ന് പറയാണ്. സ്വാർത്ഥത മനുഷ്യനെ ഉത്കൃഷ്ടമാക്കുകയല്ല ചെയ്യുന്നത്, സ്വാർത്ഥത മനുഷ്യനെ നികൃഷ്ടനാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും കൈകേയി എന്ന കഥാപാത്രത്തെ ആദരവോടെയല്ല ആരും കാണുന്നത്, ആണോ? ഭരതൻ ശ്രേഷ്ഠനാണ്, പക്ഷേ ഭരതനെ നോക്കിക്കൊണ്ട് ഒരിക്കലും പറയില്ല നീ കൈകേയി പുത്രനാണ് എന്നുള്ളത്. അതാണ് ഒരു മഹത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു മഹത്വമാർന്ന വ്യക്തിത്വമായി തീരുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വാർത്ഥതയെ എത്ര കണ്ട് ത്യാഗം ചെയ്യാൻ സാധിക്കുമോ. സ്വാർത്ഥത ത്യാഗം ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ സുഖമാണ് തന്റെ സുഖം എന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കണം. തന്റെ സുഖം എവിടുന്നാ കിട്ടുന്നത്? ഇന്ന് പലർക്കും സ്വാർത്ഥത ത്യാഗം ചെയ്യാൻ സാധിക്കാത്തതിന് കാരണം എന്തായിരിക്കണം? തന്റെ സുഖം തരേണ്ടത് മറ്റുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും എത്രത്തോളം സുഖം പിടിച്ചു പറ്റണോ അത്രത്തോളം ഞാൻ പിടിച്ചു പറ്റണം, സ്വാർത്ഥനായി തീരണമെന്നാണ്. എന്തുകൊണ്ടായിരിക്കണം ശരിക്കും മനുഷ്യൻ സ്വാർത്ഥനാവുന്നത്? മറ്റൊരാളിൽ നിന്നാണ് സുഖം കിട്ടേണ്ടതെന്നും ആ സുഖം തനിക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്നും അത് താൻ എന്നും പിടിച്ചു വെക്കണമെന്നുമുള്ള ഒരു വികാരമാണ്, ദൗർബല്യമാണ് അവനെ സ്വാർത്ഥനാക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവനവനിലുള്ള സുഖം കണ്ടെത്താത്തിടത്തോളം കാലം മനുഷ്യൻ സ്വാർത്ഥനായിരിക്കും. യഥാർത്ഥമായ ആത്മീയ സുഖത്തിലേക്ക് നാം ഉയരാത്തോടത്തോളം കാലം സ്വാർത്ഥതയിൽ നിന്നും മാറി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ഋഷീശ്വരന്മാര് സ്വാർത്ഥതയില്ലാതെ ജീവിച്ചതിന് കാരണം അവര് ലൗകിക സുഖത്തിലായിരുന്നില്ല മനസ്സ് വെച്ചത്, അവര് മനസ്സിനെ വെച്ചത് ആത്മീയ സുഖത്തിലായിരുന്നു. ഇപ്പൊ ഈശ്വര വിചാരത്തിൽ, ഭഗവത് വിചാരത്തിൽ സുഖം കാണാത്തോടത്തോളം കാലം സ്വാർത്ഥതയെ വിടാൻ അത്ര എളുപ്പത്തിലൊന്നും സാധ്യമല്ല. ഇത് വളരെ ചിന്തിക്കണേ. എളുപ്പമൊന്നുമല്ല മനസ്സ് അതിനെ ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിതൊക്കെ മനസ്സിലാക്കി പോയാൽ സ്വാർത്ഥതയില്ലാത്തവരായി തീരുമോ? നിങ്ങളുടെ സാധനം ആരെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം നിങ്ങൾക്ക് വില പിടിച്ചതായിട്ട് തോന്നുന്നത് ആരെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കണു ഇതാണ് എനിക്ക് സുഖം തരുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൃഢമാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. എളുപ്പമൊന്നുമല്ലത്, വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നല്ലവണ്ണം എന്ത് വേണം? ഭഗവത് സ്മരണത്തിൽ സുഖം കണ്ടെത്താൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. അതാണ് തപസ് എന്ന് പറയുന്നത്. ഈ തപസ് രാമൻ നേരത്തെ ചെയ്തതുകൊണ്ട് രാമന് തനിക്ക് കിട്ടാൻ പോകുന്ന സുഖത്തെ ത്യാഗം ചെയ്യാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എത്ര കണ്ട് നമ്മൾ ആത്മീയ വിചാരത്തിലേക്ക് വരുന്നോ അത്ര കണ്ട് ത്യാഗം എളുപ്പമാണ്. എത്ര കണ്ട് നമ്മൾ ഈശ്വര വിചാരം ചെയ്യാതിരിക്കുന്നുവോ അത്ര കണ്ട് ത്യാഗം വളരെ പ്രയാസകരമാണ്. നിങ്ങൾ നോക്കൂ, ഈവൻ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ നോക്കൂ നിങ്ങൾ,
അധികാരത്തിന്റെ രുചി അറിഞ്ഞവന് പിന്നെ അധികാരം വിടാൻ വളരെ പ്രയാസമാണ്. എത്രയൊക്കെ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞാലും വളരെ പ്രയാസമാണത്. ഇത് തന്നെയാണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുന്നത്. അമ്മായിയമ്മ പോരും, എല്ലാ പോരിന്റെയും കാരണം ഇതാണ്. അധികാരത്തിന്റെ രസം അനുഭവിച്ച് സുഖമനുഭവിച്ചാൽ പിന്നെ അതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വളരെ പ്രയാസമാണത്. അതാണ് കുട്ടികളെ കയറി ഭരിക്കുന്നത്, കുട്ടികളെ പൊസസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഉയരണമെങ്കിൽ, ഭൗതികമായ പിടുത്തം വിടണമെങ്കിൽ എവിടെ പിടിക്കണം? ആത്മീയമായ പിടുത്തം പിടിക്കണം. നമ്മുടെ മനസ്സിന്റെ ഒരു സയൻസ് ഉണ്ട്. എന്താ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ഭാഗം അത് പിടിച്ചാൽ മറുഭാഗം അത് വിടും. അതുകൊണ്ട് വ്യാസഭഗവാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞു. പറയാണ് യഥാ തൃണജളൂകം എന്ന്. തൃണജളൂകം എന്ന് പറഞ്ഞാൽ പുല്ലിൽ നടക്കുന്ന പുഴു എന്നർത്ഥം. എന്താണ് അണ്ണത്തര അതിന്റെ പ്രത്യേകത? ഒരു പുഴു നടക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഒരു ഭാഗം ഊന്നിക്കഴിഞ്ഞാൽ മറുഭാഗം അതിന് വിടാൻ പറ്റും. പിന്നെ ആ ഭാഗം അത് മറ്റൊരു ഭാഗത്ത് ഊന്നി അതിന്റെ തല വിടും, പിന്നെ വാല് ഊന്നും. ഇങ്ങനെ ഒരു ഭാഗം പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഭാഗം വിടും. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, എല്ലാവരോടും ഒരേ സ്നേഹം കാണിക്കാൻ നമുക്ക് പറ്റില്ല. ചിലവരോട് നമുക്ക് കൂടുതലൊരു അടുപ്പുണ്ടാവും, സ്വാഭാവികമാണത്. അപ്പം ഒരാളോട് കൂടുതൽ സ്നേഹം കാണിച്ചാൽ മറ്റൊരാളോടുള്ള സ്നേഹം കുറയും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശ്വരനോട് കൂടുതൽ സ്നേഹം കാണിച്ചാൽ ലോകത്തോടുള്ള സ്നേഹം കുറച്ച്, സ്നേഹം കുറയാന്നല്ല പറയാ, അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് സ്വാർത്ഥത വിടുക എന്ന ശബ്ദത്തിന് അർത്ഥം എന്ന് പറയണം. അപ്പൊ നമ്മൾ എത്ര കണ്ട് സ്വാർത്ഥരാണ് എന്നത് മനസ്സിലാവണമെങ്കിൽ എത്ര കണ്ട് ഭക്തിയുണ്ട് എന്ന് നോക്കിയാൽ മതി. ശരിക്കും നിങ്ങൾ ഭക്തരാണെങ്കിൽ, ഈശ്വര പ്രേമമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സ്വാർത്ഥതയൊന്നും ഉണ്ടാവില്ല. ഒരേ സമയം ഭക്തനുമാണ് സ്വാർത്ഥനുമാണെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ ദൃഷ്ടിയിൽ അയാൾ ആരല്ല? ഭക്തനല്ല. ഈശ്വരപ്രേമം അയാളുടെ ഉള്ളിൽ ഉറച്ചിട്ടില്ല. അയാൾ ബാഹ്യമായ അമ്പലത്തിൽ പോകുന്നുണ്ടാവാം, ചന്ദനക്കുറി തൊടുന്നുണ്ടാവാം, പുറമേ നോക്കിക്കഴിഞ്ഞാൽ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ നാളികേരൊടക്കുണ്ടാവാം. പക്ഷെ ഉള്ളിലൊരു മാറ്റവും നടക്കുന്നുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ചിന്തിക്കൂ ഇതൊക്കെ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ അനാവശ്യമായി വേദനിപ്പിക്കുന്നുണ്ടോ? അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പരശുരാമസ്വാമിയെ പോലെ ജീവിക്കണം. എന്താ പരശുരാമസ്വാമിയെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണത്? മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ തേജസ്സിനെ മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് അവരെ ജീവിതത്തിൽ നിന്നും മാറി നയിക്കണം. അതാണ് വിവേകം എന്ന് പറയുന്നത്. അവരോടുള്ള അറ്റാച്ച്മെന്റ് പൂർണ്ണമായി വിട്ടേക്കണം. കൂടുതൽ ആരിലേക്ക് എടുക്കണം? ഈശ്വരനിലേക്ക് എടുക്കണം. അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ഇതൊക്കെ രാമായണത്തിന്റെ വലിയ സന്ദേശങ്ങളാണത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ ജന്മം തന്നെ നമുക്ക് ജന്മത്തിന്റെ ഉദ്ദേശ്യമായ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന മനസ്സിന്റെ ഉൽപ്പത്തിയിലേക്ക്, ഉറവിടത്തിലേക്ക്, അതിന്റെ സോഴ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പൂർണ്ണത കൈവരിക്കാൻ സാധിക്കും. ഒരു പൂർണ്ണ മനുഷ്യനായി മരിക്കാൻ പറ്റും. ധന്യതയോടെ മരിക്കാൻ പറ്റും. കൃതാർത്ഥതയോടെ മരിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കണം. അപ്പൊ നമുക്ക് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട് നമ്മളോട്. എന്താണ്? ഞാൻ എത്രമാത്രം സ്വാർത്ഥനാണ്? എത്രമാത്രം എനിക്ക് എന്റെ വസ്തുക്കളെയും ബന്ധങ്ങളെയും വിട്ടുനിൽക്കാൻ സാധിക്കുന്നുണ്ട്? ഇതൊക്കെ ഇല്ലാത്തൊരു അവസ്ഥയിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമോ? ഇത് നമുക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലല്ലോ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ റോട്ടിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ പറ്റുമോ? അത് വളരെ പ്രയാസകരമാണത്. എന്ന് നമുക്ക് ഈശ്വരപ്രേമം ദൃഢമാവുന്നുവോ അന്ന് നമുക്ക് ഒരു മീരാഭായിയെ പോലെ രാജ്യവും കൊട്ടാരവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ഭഗവാന് വേണ്ടിയിട്ട് ജീവിക്കാൻ സാധിക്കുന്നു പ്രിയാണ്. മീരാബായിയുടെ കഥ കേട്ടിട്ടില്ലേ? കൊട്ടാരത്തിൽ ജനിച്ച് രാജാവിന്റെ പത്നിയായി സർവാഭരണ വിഭൂഷിതയായി. എന്ന് രാജസ്ഥാനിലെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ വളരെ ശക്തന്മാരായ രാജാക്കന്മാരായി.
ആ രാജാവിന്റെ പത്നിയായ മീരാഭായി കൃഷ്ണപ്രേമം കൊണ്ട് രാജാവിനെ ഉപേക്ഷിക്കാനും വിഷമം തോന്നിയില്ല, വില കൂടിയ രത്നാഭരണങ്ങൾ ഉപേക്ഷിക്കാനും വിഷമം തോന്നിയില്ല. അതെല്ലാം വിട്ടുകൊണ്ട് ഈശ്വരപ്രേമത്തിലേക്ക് ഉയരുകയാണ്. അത്രയൊന്നും തീവ്രത നമ്മൾ കാണിക്കണ്ട, ഇത്രയെങ്കിലും കാണിച്ചാൽ മതി. എന്ത്? കഴിയുന്നത്ര മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപഴകാതെ കൂടുതൽ സമയം ഈശ്വര വിചാരത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് വെറുതെ ഒരു തലവേദനയായി തീരില്ല പറയാണ്. അവിടെയാണ് നമ്മൾ ആദരണീയരായി തീരേണ്ടത്. ഇത് രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രീരാമസ്വാമിയോട് പറഞ്ഞപ്പോ ശ്രീരാമസ്വാമി പറയാണ്, എന്താ അമ്മേ ഇതിനൊരു വിഷമം എന്നാ ചോദിക്കുന്നത്? സാധാരണ ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല. പട്ടാഭിഷേകത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന രാമനോട് ഈ രാജകീയ വസ്ത്രങ്ങൾ അഴിച്ച് നിന്റെ സഹോദരന് കൊടുക്കണമെന്നും ദണ്ഡകാരണ്യത്തിൽ 14 വർഷം നിനക്ക് പോവേണ്ടതുണ്ടെന്നും പറയുമ്പോ അമ്മേ എന്തിന് ഞാനിതിന് പോവണം എന്ന് വേണമെങ്കിൽ രാമന് ചോദിക്കാമായിരുന്നു. രാമന് മറ്റൊന്നുകൂടി ചോദിക്കാമായിരുന്നു. ഇക്ഷ്വാകു വംശത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം മൂത്ത പുത്രൻ മാത്രമാണ് രാജാവായതെങ്കിൽ അമ്മേ അമ്മ ചെയ്യുന്നത് തെറ്റല്ലേ? അച്ഛനെ കൊണ്ട് ധർമ്മം നടത്തിക്കേണ്ടവളാണ് ആര്? അമ്മ. അതുകൊണ്ടാണ് പത്നിയെ ധർമ്മഭക്തി എന്ന് വിളിക്കുന്നത്. ഇപ്പോ അച്ഛനെ കൊണ്ട് ധർമ്മം ചെയ്യിക്കുന്നതിന് പകരം രാജസംസ്കാരത്തിന്റെ കുടുംബ പാരമ്പര്യം ചെയ്യുന്നതിന് പകരം മൂത്തപുത്രനെ കാട്ടിലേക്ക് അയക്കുകയും രണ്ടാമത്തെ പുത്രനെ രാജാധികാരം ഏൽപ്പിക്കുകയും ചെയ്യുന്നത് അച്ഛനെ കൊണ്ട് ചെയ്യുന്ന അധർമ്മമല്ലേ? അമ്മയല്ലേ അച്ഛനെ തളർത്തിയത് എന്നൊക്കെ വേണമെങ്കിൽ ശ്രീരാമസ്വാമിക്ക് കൈകേയിയോട് ചോദിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാതെ പറയാണ്, എന്താ അമ്മ ഇതിൽ ഇത്ര വിഷമമുള്ളത്? ഞാനെപ്പോഴും തയ്യാറാണെന്നുള്ളതാണ്. രാമായണത്തിന്റെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവ് എവിടെയാണ് വീണതെന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വന്തം പുത്രനോട് പറയാണ്, നീ എന്നെ പിടിച്ചുകെട്ടി ഇവളുടെ വാക്കുകളൊന്നും കേൾക്കാതെ രാജ്യഭാരം ഏറ്റെടുത്താലും എന്ന് ദശരഥ മഹാരാജാവ് ശ്രീരാമനോട് പറയണം. പലപ്പോഴുണ്ടല്ലോ രാമായണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ, അല്ലെങ്കിൽ അപകടമുണ്ട്. പലരും പറയാറുണ്ട് അച്ഛന്റെ വാക്കുകൾ സത്യമാക്കാനാണ് രാമൻ കാട്ടിലേക്ക് പോയതെന്ന്. അച്ഛൻ രാമനോട് കാട്ടിലേക്ക് പോവാനല്ല പറഞ്ഞത്. അച്ഛൻ രാമനോട് പറയുന്നത് എന്നെ നീ കെട്ടിയിട്ടിട്ട് രാജ്യഭരണം ഏറ്റെടുക്കൂ എന്നാണ് പറയുന്നത്. പുത്രനെ വഴിതെറ്റിക്കുന്ന ആളാണ് ദശരഥ മഹാരാജാവ്. പിന്നെ എന്തിനാ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോയത്? അച്ഛൻ അമ്മയ്ക്ക് കൊടുത്ത വരങ്ങളെ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ കാട്ടിലേക്ക് പോയത്. പറയുന്നതിലൊക്കെ വളരെ ശ്രദ്ധ വയ്ക്കണം. അല്ലാതെ അച്ഛന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കാനല്ല. കാരണം അച്ഛൻ ധർമ്മമല്ല പറഞ്ഞത്, അധർമ്മമാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണി നീ പോയാ പിന്നെ എനിക്ക് ജീവിതമില്ല, നീ എന്റെ കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് ദശരഥൻ കൈകേയിയേക്കാളും ഒരു അടുപ്പം രാമനോട് കാണിക്കുമ്പോ അച്ഛൻ രാമനോട് കാണിച്ച അടുപ്പം രാമൻ അച്ഛനോട് കാണിച്ചില്ല പറയണം. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. നാം ആരോട് അടുപ്പം കാണിക്കുന്നുവോ അവർക്ക് നമ്മളോട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതൊന്നും പലരും തിരിച്ചറിയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ കണക്കുകൂട്ടൽ തെറ്റുന്നത്. നമ്മളൊരു ഭാഷ ഉപയോഗിക്കാറുണ്ട്, എന്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്ന്. എന്താ കണക്കുകൂട്ടൽ തെറ്റുക എന്ന് പറഞ്ഞാല്, ഞാൻ കൊടുത്ത സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവരോട് കാണിച്ച അടുപ്പമൊന്നും അവരെന്നോട് കാണിച്ചില്ല. നമ്മളെപ്പോലെ ഫൂൾസ് ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ടത്, നമ്മളൊരാളോട് കാണിക്കുന്ന അടുപ്പം മറ്റൊരാൾക്കൊരിക്കലും നമ്മളോട് ഉണ്ടാകണമെന്നില്ല. ഇത് നല്ലവണ്ണം നമ്മൾ ബോധിച്ചു കഴിഞ്ഞാലല്ലോ നമ്മൾ അനാവശ്യമായ ഒരാളോടും കൂടുതൽ അടുക്കാൻ പോവില്ല. നോക്കൂ, നിങ്ങൾ എന്തെല്ലാം ജീവിതത്തിന്റെ കഥകളൊക്കെ നിങ്ങൾ നോക്കുമ്പോണ്ടല്ലോ ബഹുരസമാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതം എടുത്ത് നോക്കൂ. ഇത് പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് മഹാഭാരത കഥയൊക്കെ പറയേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ മഹാഭാരത കഥയുണ്ട്, അത് വേറെ കാര്യം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിഷമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ മഹാഭാരത കഥയൊക്കെ പറയുമ്പം അതിൽ ഓരോ കഥകൾ എടുത്തു നോക്കൂ. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം പുത്രന്മാരോട് കാണിച്ച സ്നേഹത്തെ നോക്കൂ നിങ്ങൾ. കൃഷ്ണൻ ആ മക്കളോട് കാണിക്കുന്ന സ്നേഹമൊന്നും മക്കൾക്ക് കൃഷ്ണനോടുണ്ടായിരുന്നില്ല പറയാണ്.
അച്ഛന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു മകൻ പോലും തയ്യാറായില്ല. ശ്രീകൃഷ്ണ ഭഗവാന് വിവേകം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? മക്കൾക്ക് തന്നോട് അടുപ്പമില്ലെന്നും മക്കൾ തന്റെ തലത്തിലേക്ക് ഉയരുന്നില്ല എന്ന് കണ്ടതും അച്ഛൻ മക്കളെ വിട്ടു. അതുകൊണ്ട് സ്വന്തം കുലം തമ്മിൽ നശിക്കുമ്പോ കൃഷ്ണൻ ഒരു തുള്ളി കണ്ണുനീരും വന്നില്ല. പ്രിയ ഭഗവാൻ കരയാത്തതിന്റെ കാരണം അതായിരുന്നു. നമ്മളെ സ്നേഹിക്കാതെ വരുമ്പോൾ, നമ്മളെ മക്കൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ കരയുന്നതിന്റെ കാരണം നമ്മളൊരു ധാരണയിൽ ജീവിക്കുകയാണ്. ഞാൻ കാണിച്ചതെല്ലാം അവര് തിരിച്ചു കാണിക്കുന്നു. വിവേകമുണ്ടെങ്കിൽ മനസ്സിലുറപ്പിക്കൂ, ഞാൻ സ്നേഹിച്ച പോലെ ഒരാൾക്കും എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കാൻ സാധ്യമല്ല. പിന്നെ അതേപോലെ എന്നെ ആർക്ക് സ്നേഹിക്കാൻ സാധിക്കും? ഇവിടെ എന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ സാധിക്കുന്ന, എന്നോട് കാരുണ്യമുള്ള, എന്നോട് ദയയുള്ള ഒരേ ഒരു ശക്തി ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് വിവേകം കൊണ്ട് സ്നേഹം മുഴുവൻ ആരിലേക്ക് കൊണ്ടുവരണം? ഇതാണ് കുന്തി ദേവി പറഞ്ഞത്, കൃഷ്ണ ഒരു ഉപകാരം ചെയ്താൽ നന്നായിരുന്നു. ഒരേ ഒരു ഉപകാരം. എന്താണ്? എന്റെ മക്കളോട് അല്പം ഒരു അടുപ്പം എന്റെ ഉള്ളിലുണ്ട്. ആ സ്നേഹമാകുന്ന പാശത്തെ ഒന്ന് മുറിച്ചു തന്ന് അങ്ങയിലേക്ക് ആ പാശം കെട്ടിയിടാൻ ഒന്ന് അനുഗ്രഹിക്കണമേ എന്നാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ, അവരിലൊക്കെ ഞാൻ സ്നേഹത്തിന്റെ പാശം കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടൊന്ന് അഴിച്ചു തന്ന് അത് അങ്ങയുടെ നേരെ ബന്ധിച്ചുകൊണ്ട്, അങ്ങ് മാത്രമാണ് എന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന പരമസത്യം എന്നെ മനസ്സിലാക്കി തന്ന് എന്നെ ഉയർത്താൻ എന്നെ അനുഗ്രഹിക്കൂ എന്ന്.